ഈ ഒരു സംഭവം ശരിയാണ് ട്ടോ. നിങ്ങള് ചിലപ്പോ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവാം. അഖിൽ എൻ.ആർ.ഡിയുടെ വൈഫ് ഇങ്ങനെ ഒളിച്ചോടി എന്ന് പറയുന്നത്. ഞാൻ 2, 3 യൂട്യൂബേഴ്സിന്റെ വീഡിയോസിൽ കണ്ടതാണ്. ഉം. സംഭവം എന്താല്ലേ വിശ്വസിക്കാൻ പറ്റണില്ല. അതായത് അവരുടെ ആ വീഡിയോസൊക്കെ കാണുമ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല ഈ പെൺകുട്ടി ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഇത് ഈ പെൺകുട്ടി ഒളിച്ചോടി പോവാനൊരു റീസൺ ഉണ്ടായിട്ടുണ്ടെന്നാ പറയണത്. കാരണം ഈ അഖിൽ എൻ.ആർ.ഡിക്ക് വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇവളറിഞ്ഞപ്പോ ഇവള് വേറൊരുത്തനുമായി ഇഷ്ടത്തിലായി. ഒരു ബസ് കണ്ടക്ടറാണ്. അങ്ങനെ ഇവളുടെ ഇഷ്ടപ്രകാരമാണ് പോയതെന്നാണ് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ളത്. 2, 3 യൂട്യൂബേഴ്സിന്റെ വീഡിയോസിൽ അവര് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിന്റെ റീസൺ അവർ അന്വേഷിച്ചതിന് ശേഷമാണ് അവര് വീഡിയോ ചെയ്തത് എന്നും പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ പെൺകുട്ടി അങ്ങനെ ഒരാളുടെ കൂടെ ഇറങ്ങി പോവലായിരുന്നോ ചെയ്യേണ്ടത്? അങ്ങനെ ചെയ്യുന്നതിന് പകരം അവനെ ലീഗലി ഡിവോഴ്സ് ചെയ്തിട്ട് ആ പയ്യനുമായിട്ട് നല്ല രീതിയിൽ കല്യാണം കഴിക്കായിരുന്നല്ലോ. ഇതിപ്പോ ആ കുടുംബത്തിനെയും അവളുടെ കുടുംബത്തിനെയും മൊത്തത്തിലൊരു അപമാനം ഉണ്ടാക്കുന്ന രീതിയിലല്ലേ ഇവള് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവള് പറഞ്ഞത് അവൾക്ക് വേറൊരുത്തനുമായിട്ട് ഇഷ്ടത്തിലായപ്പോ എന്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയി എന്നാണ് പറയണത്. പക്ഷെ അത് അങ്ങനെ ആയിരുന്നോ ചെയ്യേണ്ടത്? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. എന്തായാലും രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു. അവനക്ക് വേറെ റിലേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് അവള് പകരം വീട്ടി. എന്താണെങ്കിലും പോയത് പോയി. ഏഹ് ആ പോയവര് നല്ല രീതിയിൽ ജീവിക്കോ ഇല്ല എന്നുള്ളത് നമുക്ക് നോക്കാം. രണ്ടുപേരും നല്ല രീതിയിൽ ജീവിക്കട്ടെ. അങ്ങനെയാണ്. ഒളിച്ചോടി പോയവര് ഏകദേശം ഒരു 75% ആളുകളും നല്ല രീതിയിലല്ല ജീവിച്ചിട്ടുള്ളത്. ബാക്കി 25% വളരെ നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളും ഉണ്ട്. എങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ. അല്ലേ? അല്ലാതെ നമ്മളെന്താ പറയാ? പോയത് പോയില്ലേ?